ഇന്ന് രാവിലെ ധ്യാനചിന്തയായിട്ട് ഒരു ചിന്ത പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിനെ രീതിയിൽ ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായത്തിന്റെ 39 മുതലുള്ള വാക്യങ്ങൾ വായിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായത്തിന്റെ 39-ാം വാക്യം വായിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. തൂക്കിയ ദുഷ്പ്രവൃത്തിക്കാരിൽ ഒരുത്തൻ, നീ ക്രിസ്തു അല്ലയോ, നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്കാൻ എന്ന് പറഞ്ഞു അവനെ ദുഷിച്ചു. മറ്റവനോ അവനെ ശാസിച്ചു, സമശിക്ഷാവധിയിൽ തന്നെ ആയിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു, നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ കിട്ടുന്നത്, ഇവനോ അരുതാത്തത് ഒന്നും ചെയ്തിട്ടില്ല. 41-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു, നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ കിട്ടുന്നതും, ഇവനോ അരുതാത്തതൊന്നും പ്രവർത്തിച്ചിട്ടില്ല. നമ്മുടെ അവസ്ഥ ഇത് തന്നെയായിരുന്നു. നാം പാപം ചെയ്ത് ദൈവമുമ്പാകെ കുറ്റക്കാരായി തീർന്നുകൊണ്ട് ദൈവശിക്ഷയ്ക്ക് മാത്രം അർഹരായിരുന്നവരാണ്. എന്നാൽ കരുണാസമ്പന്നനായ ദൈവം നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം ഇന്ന് രാവിലെ നമുക്ക് ഓർക്കുമ്പോൾ നമുക്ക് വേണ്ടി പുരുഷനായി മരിച്ച യേശുക്രിസ്തുവിൽ കൂടെ നമുക്ക് ലഭിച്ച വലിയ വിടുതലിനെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടത് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് കാൽവരി ക്രൂശിൽ മരിച്ചു. അവൻ നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ കയറിയപ്പോൾ നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ടാണ് ക്രൂശിച്ചത്. അതുകൊണ്ട് അവൻ പാപത്തിന്റെ ശിക്ഷ മുഴുവനായിട്ട് തീർക്കുവാൻ ഇടയായി തീർന്നു. യെശയ്യാ പ്രവചനത്തിൽ നാം വായിക്കുന്നുണ്ട്, അതിന്റെ 53-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അവനെ തകർത്ത് കളയുവാൻ ദൈവത്തിന്റെ പ്രസാദം തോന്നി. പാപത്തിന്റെ ശിക്ഷയാണ് ദൈവത്തിന് വേണ്ടി നമുക്ക് വേണ്ടി മധ്യസ്ഥനായി തീർന്ന യേശുക്രിസ്തു അനുഭവിച്ചത്. അതുകൊണ്ട് റോമാലേഖനം 8-ാം അധ്യായത്തിൽ നാം വായിക്കുന്ന പോലെ, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. പാപത്തിന്റെ പ്രമാണത്തിൽ നിന്നും നമ്മെ വിടുവിച്ചിരിക്കുന്ന കർത്താവിനെ നമുക്ക് ഓർത്ത് ധ്യാനിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടി പകരക്കാരനായി തീർന്ന, നമുക്ക് വേണ്ടി മരിച്ച യേശുക്രിസ്തുവിനെ ഓർത്തുകൊണ്ട് അവന്റെ മരണത്തെ പ്രസ്താവിച്ചുകൊണ്ട് അവനെ ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം. അവന്റെ വിലയേറിയ നാമം എന്നേക്കും മഹത്വപ്പെടുമാറാണ്.